7 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ടി വി എസ് ജൂപ്പിറ്റർ 125 എടുത്തത്. ഒരു സ്കൂട്ടർ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് ടി വി എസ് ജൂപ്പിറ്റർ 125 എടുത്തുവെന്നും ജൂപ്പിറ്ററിൽ തന്നെ ഇതിനേക്കാൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള ജൂപ്പിറ്റർ 110 എന്തുകൊണ്ട് എടുത്തില്ല എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ 7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഏകദേശം 25,000-ന് മേലെ ആളുകൾ കാണുകയും അത് കണ്ട ശേഷം പലരും ഈ വണ്ടി ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും വണ്ടി നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ 7 മാസത്തെ 5600-ലധികം കിലോമീറ്റർ ഓടിച്ച എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓരോ ഭാഗത്തെക്കുറിച്ചിട്ടും എനിക്കുള്ള അഭിപ്രായങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ മൈലേജിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണോ വണ്ടി ഉപയോഗിക്കുക ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജോലിയുടെ ഇടയിലൂടെയാണ് ഞാൻ ഈ മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എന്തായാലും മൈലേജിൽ ഞാൻ ഹാപ്പിയാണ്. അടുത്തത് ഇതിൻ്റെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ സർവീസ് കോസ്റ്റ് കൂടുതലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫസ്റ്റ് സർവീസിൽ 815 രൂപയും സെക്കൻഡ് സർവീസിന് 925 രൂപയും ചിലവായിട്ടുണ്ട്. എന്നാൽ കാര്യമായ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബാക്ക് ടയറിൻ്റെ ഭാഗത്തുനിന്നൊരു സൗണ്ട് അത് കുറച്ച് കാലമായിട്ടുണ്ട്. ഒരു പക്ഷേ ഡ്രം ബ്രേക്ക് ആവുകൊണ്ട് മഴക്കാലത്ത് ചളി കയറി അത് സൗണ്ടായി മാറുന്നതാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിൽ എനിക്കൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്ന ഒരു കാര്യം. എന്നാൽ വലിയ വൈബ്രേഷനോ കാര്യങ്ങളോ ഇല്ല. ഇനി മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ പ്രശ്നമായി തോന്നുന്നത് ഈ ഫ്യുവൽ ഇൻഡിക്കേറ്ററും അതിൻ്റെ ഒപ്പം ഇതിൽ കാണിക്കുന്ന ഈ ഡിസ്റ്റൻസ് ടു എൻഡിങ് ആണ്. കാരണം ഡിസ്റ്റൻസ് ടു എൻഡ് പലപ്പോഴും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോഴെല്ലാം കൺഫ്യൂസിങ് ആണ്. കാരണം നമ്മളൊരു 80 കിലോമീറ്ററൊക്കെ അതിൽ കാണിക്കുന്ന സമയത്ത് വണ്ടി എവിടെയെങ്കിലും നിർത്തി പിന്നീടൊന്ന് എടുക്കുമ്പോൾ അത് ഈ മീറ്റർ കൺസോളിലുള്ള ആ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ മിന്നി തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ടു എൻഡിൽ 80ഉം എന്നാൽ മീറ്റർ കൺസോളിലെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ മിന്നുകയുമാണ് ചെയ്യുന്നത്. അതൊരിക്കലും നമുക്കൊരു മാച്ചിങ് ആയിട്ടല്ല പലപ്പോഴും പോകുന്നത്. അതൊരു വലിയ കൺഫ്യൂഷൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ബ്രേക്കിംഗ് സൈഡ് ഞാൻ ഹാപ്പിയാണ്. ഇനി ഇതിലെ സ്വിച്ചസിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല സ്വിച്ചുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഫീലുണ്ട്. കൂടാതെ ഈ സെൽഫ് അത് ഇപ്പം തന്നെ ഒരു വട്ടം ഞാൻ നേരെയാക്കേണ്ടി വന്നു. സെക്കൻഡ് സർവീസിൽ അത് മാത്രമാണ് ഞാനൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സെൽഫ് ചിലപ്പോൾ 2-3 വട്ടം അടിക്കുമ്പോഴൊക്കെയാണ് കിട്ടുന്നത്. വണ്ടിയുടെ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ ഡിമ്മ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രൈറ്റ് അത്ര തന്നെ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ബ്രൈറ്റ് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ തന്നെയാണ്. ഡിം ഓക്കെയാണ്. അതുപോലെ ഈ ഐഗോ അസിസ്റ്റ് എന്നുള്ള സിസ്റ്റം അതെനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാറുകളിലെ ഹാൻഡ് ബ്രേക്കിന് സമാനമായ ഈ സിസ്റ്റം അത്ര തന്നെ എഫക്റ്റീവ് അല്ല എന്ന് തോന്നുന്നു ചിലപ്പോഴെങ്കിലും. പിന്നെ ഈ ഫ്യൂവൽ ടാങ്കിൻ്റെ ഈ പൊസിഷൻ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഫ്യൂവൽ ടാങ്കിൻ്റെ ഈ പൊസിഷൻ കാരണം പലപ്പോഴും പുറത്തേക്ക് തെറിച്ച് വരുന്നുണ്ട്. അത് അവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കൂടിയാണ്. ഒപ്പം ഈ ചാർജിങ് പോയിൻറ്റ് അത് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ചാർജ് ആവുന്നുണ്ട്. പിന്നെ ഏറ്റവും യൂസ്ഫുൾ ആയത് അതിന് താഴെയുള്ള ഈ ക്യാരിങ് സ്പേസ് ആണ്. നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെക്കുമ്പോഴൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ടോട്ടൽ സ്റ്റോറേജ് സ്പേസും അതിൻ്റെ അറേഞ്ച്മെൻറ്റും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് സീറ്റിന് അടിയിലുള്ള സ്റ്റോറേജ് സ്പേസ്. ഈ പെട്രോൾ ടാങ്ക് താഴത്തേക്ക്, അതായത് ഫുട് ബോർഡിൻ്റെ കാല് വെക്കുന്നതിൻ്റെ താഴത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഗംഭീരമാണ്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായ ഒരു കാര്യമാണ്. ഒരു ഫാമിലി സ്കൂട്ടർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു ഗുണം വളരെ വലുത് തന്നെയാണ്. മൊത്തത്തിൽ ഒരു ഫാമിലി സ്കൂട്ടർ എന്നുള്ള നിലയ്ക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ചോയ്സായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന മൈലേജ് ഉണ്ട്. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഈ മൈലേജിൽ ഞാൻ ഹാപ്പിയാണ്. ആ മൈലേജ് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അല്ല, ഇനി നിങ്ങൾക്ക് ഇതിൽ ഹാപ്പി അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മൈലേജ് കിട്ടുന്ന മറ്റു വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് നോക്കി നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഗുണമുള്ള കാര്യം ഈ ലൈറ്റാണ്. ലൈറ്റ് പറയുമ്പോൾ നമ്മൾ വണ്ടി ഓഫാക്കി പോയാലും വണ്ടി കുറച്ച് നേരം കൂടി ഹെഡ്ലൈറ്റ് കത്തും. അത് പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലേക്കൊക്കെ ഇരുട്ടത്ത് കയറി വരികയാണെങ്കിൽ കുറച്ച് നേരം കൂടി ആ ലൈറ്റ് കത്തും. ആ ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ കയറി ഉള്ളിൽ കയറി ലൈറ്റ് ഇടുക, സിറ്റ് ഔട്ടിൽ ലൈറ്റ് ഇടുകയൊക്കെ ചെയ്യാം. അത് വലിയൊരു ഉപകാരമുള്ള കാര്യം തന്നെ ആണ്. പിന്നീട് നമ്മൾ ലൈറ്റ് ഓഫാക്കാൻ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. ലൈറ്റ് താനെ ഓഫായിക്കോളും. ഇതിപ്പോൾ ഞാൻ തൊട്ടിട്ടല്ല, താനെ ഓഫായതാണ്. ഇനി വൈബ്രേഷൻ്റെ കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ഇത് റോട്ടിലെ ആ വരകൾ കാരണമുള്ള വൈബ്രേഷനാണ്. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഈ കണ്ണാടിയിലൊക്കെ നോക്കിയാൽ കാണാം, കണ്ണാടിയൊക്കെ വളരെ ക്ലിയർ ആണ്. കാരണം ഷെയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണാടിയിൽ ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊന്നും യാതൊരു ടെൻഷൻ്റെയും ആവശ്യം ഇല്ല. ഇപ്പോഴും ഒരു സ്കൂട്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ ആക്സസും ആക്റ്റീവയാണ് പലർക്കും. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററായ ഓപ്ഷനാണ് ഇപ്പോൾ ജൂപ്പിറ്റർ. കാരണം
ആക്സസും ആക്റ്റീവും ഒക്കെ പണ്ടത്തെ പേരുമ്പിലാണ് ഇപ്പോഴും വിൽക്കുന്നത്, ഇപ്പോഴത്തെ പെർഫോമൻസിലല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഇപ്പോൾ ഒരു സജഷനായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത്, നിങ്ങൾക്ക് ഒരു ഫാമിലി സ്കൂട്ടറാണ് വേണ്ടതെങ്കിൽ ടി വി എസ് ജൂപ്പിറ്റർ 125 തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.